നോക്കാൻ പോകുന്നത് 2 ലിമിറ്റേഷൻസ് ഓഫ് വാലൻസ് ബോണ്ട് തിയറി. വാലൻസ് ബോണ്ട് തിയറിൻ്റെ ലിമിറ്റേഷനാണ്. നമ്മളിതിൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എക്സാമിന് എങ്ങനെയാണോ ചോദിക്കുക അതുപോലെയാണ് കേട്ടോ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എക്സാമിന് റൈറ്റ് എനി 2 ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഇൻവോൾവ്സ് എ ലാർജ് നമ്പർ ഓഫ് അസംഷൻ. വാലൻസ് ബോണ്ട് തിയറി എന്താണ് പറയുന്നത്? അതിൽ കുറേ അസംഷനെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും ആ അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് തിയറി ഉള്ളത്. അതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ. രണ്ടാമത്തെ എന്താ പറയുന്നത്? ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ കളർ എക്സിബിറ്റഡ് ബൈ കോർഡിനേഷൻ കോമ്പൗണ്ട്. അവർ കോർഡിനേഷൻ കോമ്പൗണ്ട് എക്സിബിറ്റ് ചെയ്യുന്ന കളറിനെ പറ്റിയിട്ട് എന്തില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ രണ്ട് ലിമിറ്റേഷൻസ് ഏതൊക്കെയാണ്? ഇറ്റ് ഇൻവോൾവ്സ് ലാർജ് നമ്പർ ഓഫ് അസംഷൻസ്, അതുപോലെ ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ കളർ എക്സിബിറ്റഡ് ബൈ കോർഡിനേഷൻ കോമ്പൗണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ട് പുറത്ത് എക്സിബിറ്റ് ചെയ്യുന്ന കളറിനെ പറ്റി എന്ത് ചെയ്യുന്നില്ല, അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് രണ്ട് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ദ പ്രൈമറി വാലൻസി ആൻഡ് സെക്കൻഡറി വാലൻസി ഓഫ് ദി സെൻട്രൽ മെറ്റൽ അയോൺ ഇൻ ദ കോംപ്ലക്സ് CuNH3 5 times ClSO4. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പ്രൈമറി വാലൻസി എന്താണ്, സെക്കൻഡറി വാലൻസി എന്താണ്? പ്രൈമറി വാലൻസി എന്തായിരുന്നു പറയുന്നത്? ഓക്സിജൻ നമ്പർ. അപ്പോൾ അവിടെ സെൻട്രൽ കൊബാൾട്ടിൻ്റെ ഓക്സിജൻ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 3 എന്ന് കിട്ടും. അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിച്ചു? പ്രൈമറി വാലൻസി എന്ന് വിളിച്ചു. ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ എന്താണ്? 6 ആണ്. ഇവിടെ NH3 1 പിന്നെ ഒരു Cl. അപ്പോൾ ടോട്ടൽ 6. NH3 5 ഒരു Cl. അപ്പോൾ ടോട്ടൽ 6 വരും. അപ്പോൾ സെക്കൻഡറി വാലൻസി എന്താണ്? കോർഡിനേഷൻ നമ്പർ, അതായത് 6 എന്ന് കിട്ടി.